ചക്കക്കുരു ചെറുതായിട്ട് നുറുക്കിയതും ഉണക്കമീനും ഒരു 5 പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം മല്ലിപ്പൊടി മുളക് പൊടി ഒന്ന് ചൂടാക്കി ചക്കക്കുരുവിലോട്ട് ചേർത്ത് ഒന്ന് വേവിച്ചെടുത്തിട്ട് അതിന് ശേഷം തേങ്ങ അരച്ച് ചേർത്ത് കടുക് വറുത്ത് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ചക്കക്കുരു കറി വയ്ക്കാം. ഈ ചേമ്പിന് ഞങ്ങൾ ചീരച്ചേമ്പെന്ന് പറയും സാധാരണ. കാരണം നമ്മൾ ചീരയൊക്കെ തോരൻ വെക്കുന്നത് പോലെ വെക്കുന്ന ഇതിൻ്റെ ഇലയും തണ്ടുമൊക്കെ നമുക്ക് തോരൻ വയ്ക്കാവുന്നതാണ്. നിങ്ങളെന്താണ് ഇതിന് പറയുന്നതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഈ ചേമ്പെന്ന് പറയുമ്പോൾ ഇതൊരു ചേമ്പ് വർഗ്ഗത്തിൽപ്പെട്ട ചെടിയാണ്. സാധാരണ നമ്മൾ കിഴങ്ങുണ്ടാവും ചേമ്പിന് അടിയിൽ, പക്ഷെ ഇതിന് കിഴങ്ങുണ്ടാകില്ല. പക്ഷെ ഇതിൻ്റെ ഇലയും തണ്ടും നമുക്ക് നന്നായിട്ട് തോരൻ വയ്ക്കാം. ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം നമ്മൾ ചീരയ്ക്ക് അരയ്ക്കുന്ന അതേപോലെ മഞ്ഞളും മുളക് പൊടിയും അതുപോലെ ചെറിയ ജീരകവും വെളുത്തുള്ളിയും കുറച്ച് ചുവന്നുള്ളിയും തേങ്ങയോടെ ചതച്ച് ചീരയെല്ലാം കൂടെ നന്നായി ഇളക്കി അതിന് ശേഷം നമ്മൾ കടുക് വറുത്ത് കടുക് താളിക്കുമല്ലോ, കടുക് താളിച്ച് അതിലിട്ടിട്ടൊന്ന് തോർത്തി എടുത്താൽ ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ആവി കൊള്ളിക്കണം. ഒത്തിരി ആവി കൊള്ളിക്കരുത്, കഴിഞ്ഞു പോകും. നല്ലതായിട്ട് ചിക്കി തോർത്തെടുത്താൽ നല്ല സൂപ്പർ തോരനായിട്ട് നമുക്ക് കിട്ടും. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ഉച്ചയൂണിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ സ്വന്തം പന്തളാമ്മച്ചി.